സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും കൈകോർക്കുന്ന റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാമിന് ഉടൻ തുടക്കമാകും. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന സർക്കാർ നയത്തിന്റെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണിത്. ഒരു സ്കൂളിൽ 30 കുട്ടികളെന്ന വിധത്തിലായിരിക്കും സുരക്ഷാ സേനയെ സജ്ജമാക്കുക. പുതിയ പദ്ധതി ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകുമെന്ന തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഗ്രീഷ്മ പറയുന്നു. ഇപ്പോൾ റോഡ് അപകടങ്ങളും അതുപോലെ ട്രാഫിക് നിയമങ്ങളും ചില സമയത്തെങ്കിലും പാലിക്കപ്പെടാതിരിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കുകയും അവരെ റോഡ് സുരക്ഷയുടെ ഭാഗമാക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ വരുന്ന ഒരു തലമുറയ്ക്കും ഇത് വളരെ ഗുണകരമായി മാറും. നമ്മുടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തെ മൊത്തത്തിൽ ബോധവാന്മാരാക്കുന്നതിനും കുട്ടികൾക്ക് സാധിക്കും. തുടക്കത്തിൽ കുറച്ച് സ്കൂളുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ സ്കൂളുകളും ഈ പദ്ധതിയുടെ ഭാഗമായി മാറും. ഇപ്പോൾ തന്നെ കാഡറ്റ്സുകൾ, അതായത് SPC കാഡറ്റ്സ്, NCC, NSS തുടങ്ങിയ കാഡറ്റ്സുകൾ ഈ ട്രാഫിക് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും അവർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം സ്കൂൾ പരിസരത്ത് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടന്നു വരുന്നുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കാണ് പദ്ധതി നടപ്പാക്കുന്നതിൽ മുൻഗണന. വരാനിരിക്കുന്ന അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വ്യാപകമാക്കും. പ്രത്യേക പരിശീലനം ലഭിക്കുന്നത് ഗുണകരമായാണ് വിദ്യാർത്ഥികളും കണക്കാക്കുന്നത്. കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്ന രാവിലെയും വൈകിട്ടുമുള്ള സമയങ്ങളിൽ ഈ കേഡറ്റ്സിനെ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്ക് വളരെ സുരക്ഷിതമായി കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരുന്നതിനും അതുപോലെ തന്നെ ഗതാഗത തടസ്സങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് റോഡ് അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയാനും ഒക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ ഇപ്പോഴേ ഈ സ്റ്റുഡൻസിന് ഒരു ട്രെയിനിങ് തരുന്നത് അത് ഭാവിയിൽ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങുന്ന സംഭവം വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് തോന്നുന്നത് കേരള സർക്കാർ എടുത്തത്. കാര്യം ഈ ട്രാഫിക് റൂൾസ് കുറച്ചുകൂടെ നന്നായിട്ട് അറിയിക്കുക, അത് ന്യൂ ജനറേഷനെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പൊതുവേ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് പോലും നമുക്ക് വഴിയാത്രക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി പുതിയ തലമുറയ്ക്ക് സ്കൂൾ വഴി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് എടുക്കും. NSS ഒക്കെ ആകുമ്പോൾ അവർ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് വരുമ്പോഴത്തേക്കും കുറേ കൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. മേ ബി ഒരുപാട് പേർക്ക് അറിയാം കുറേ കാര്യങ്ങൾ, ട്രാഫിക്കിൻ്റെ റൂൾസ് ആയാലും റെഗുലേഷൻസ് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ കുറച്ചുകൂടെ അതിനെ ആക്റ്റീവായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇതിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. 15 മണിക്കൂർ പഠന ക്ലാസുകൾ, 5 മണിക്കൂർ പ്രവൃത്തി പരിചയം, 10 മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവ ഉറപ്പാക്കുന്നതാണ് സിലബസ്. റോഡ് നിയമങ്ങൾക്ക് പുറമെ അഗ്നിശമന സേനയുമായി ചേർന്ന് ട്രോമ കെയർ, പ്രഥമ ശുശ്രൂഷ, ലഹരിവിരുദ്ധ പ്രവർത്തനം, നീന്തൽ എന്നിവയിലും കേഡറ്റുകൾക്ക് പരിശീലനം നൽകും. KSRTC വർക്ക്ഷോപ്പുകൾ വഴി സാങ്കേതിക പ്രവൃത്തി പരിചയവും ഇവർക്ക് ലഭിക്കും. ചുവപ്പിൽ കറുപ്പും മഞ്ഞയും വരകളുള്ള ടീഷർട്ട്, കറുത്ത പാൻസ്, ഷൂസ്, മെറൂൺ ക്യാപ്പ് എന്നിവയാണ് കേഡറ്റുകളുടെ യൂണിഫോം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടാതെ ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.